ഒരു നല്ല ആരോഗ്യവാനായ വ്യക്തി എന്ന് പറഞ്ഞാൽ അവന്റെ പാദം തൊട്ട് തലമുടി വരെയുള്ള ഭാഗങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഘടകം. ഞാനിത് പറയാൻ കാര്യം പറ്റുന്നില്ല, നമ്മുടെയൊക്കെ ശരീരത്തിൽ എക്സ്ട്രാ ആയിട്ടുണ്ടാകുന്ന വളർച്ച, അതായത് എക്സ്ട്രാ ആയിട്ടുണ്ടാകുന്ന കുരുക്കളൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുരുവാണ് നമ്മൾ പാലുണ്ണി എന്ന് പറയും, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ പാൽക്കുരു എന്നൊക്കെ പറയും. ഈ ഒരു സാധനം സാധാരണയായിട്ട് നമ്മുടെ കഴുത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഭാഗങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ സാധാരണയായിട്ട് ഇത് ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇത് നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇങ്ങനെയുള്ള വളർച്ച ചില സമയത്ത് നമുക്ക് ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഇങ്ങനത്തെ ചെറിയ കുരുക്കൾ, അതായത് ഈ പാലുണ്ണി അല്ലെങ്കിൽ പാൽക്കുരു എന്ന് പറയുന്ന ഈ കുരു സാധാരണ ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്നത് ഇത് മൈൻഡ് ചെയ്യാറേ ഇല്ല. അല്ലാത്ത ചില ആൾക്കാർ മാത്രം ഇത് ഡോക്ടറെ കാണുന്നു, തുടർന്ന് അത് കരിച്ചു കളയുകയും ചെയ്യുന്നു. എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഇങ്ങനെ ഉണ്ടാകുന്ന പാൽക്കുരു നമുക്ക് ഡോക്ടറെ കാണാതെ തന്നെ നമുക്കിത് കരിച്ചു കളയാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ആപ്പിൾ സൈഡർ വിനെഗറാണ്. അതായത് ആപ്പിൾ സൈഡർ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കിൽ നിന്ന് ഉണ്ടാക്കുന്ന വിനീഗറാണ്. സാധാരണ വിനാഗിരിയാണ്. അതായത് ആപ്പിൾ സൈഡറിൽ നിന്ന് ഉണ്ടാക്കുന്ന വിനാഗിരിയാണ്. നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അത് മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ ഒരു ബാൻഡേജ് ആണ്. ഈ ബാൻഡേജ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ഞിയാണ്. ഞാനത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് ഞാൻ കാണിക്കുന്ന, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാലുണ്ണി എന്ന് പറഞ്ഞ ഈ കുരു ഇല്ല സത്യം പറഞ്ഞാൽ. ഇനി അതിനുവേണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്പോട്ട് ഏകദേശം ഇവിടെയായിട്ട് ഉണ്ടാക്കാം. സാധാരണ കഴുത്തിന് ഇവിടെയുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാലും ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ഇടാം. ഓക്കെ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പോട്ട് ഇടുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ പാലുണ്ണി എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഞാൻ പറയുന്ന പോലെ തന്നെ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കോട്ടൺ പഞ്ഞി എടുക്കുക. ഓക്കെ, ഇതുപോലെ ചെറുതാക്കിയിട്ട് ഒന്ന് ചെറുതാക്കിയെടുക്കുക ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞ ഒരു പ്ലാസ്റ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പ്ലാസ്റ്റർ എടുത്ത ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ, നടുഭാഗത്തുള്ള ഈ പഞ്ഞി, അതായത് മരുന്നൊക്കെ വെച്ചിരിക്കുന്ന ഈ പഞ്ഞി, അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പകരം ആ സ്റ്റിക്കർ ഭാഗം നമുക്ക് എടുക്കാം, രണ്ടിന്റെയും. എന്നിട്ട് അത് പരസ്പരം ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത ആ ഒരു പഞ്ഞി, ഓക്കെ, ഈ പഞ്ഞി ഇതുപോലൊരു പ്ലക്കറിലേക്ക് വെച്ച ശേഷം ആപ്പിൾ സൈഡർ വിനെഗറിലേക്ക് മുക്കുക. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആപ്പിൾ സൈഡർ വിനെഗർ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, ആപ്പിൾ സൈഡർ വിനാഗിരി അത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, ഇങ്ങനെ സോക്ക് ചെയ്ത ശേഷം, അതായത് ഇങ്ങനെ പഞ്ഞിയിൽ കുതിർത്ത ശേഷം നമുക്ക് എവിടെയാണ് നമ്മുടെ ഈ പാലുണ്ണി അല്ലെങ്കിൽ ഇതുപോലെ പാൽക്കുരു ഉള്ളത് ഏരിയയിലോട്ട് അതൊക്കെ ഇങ്ങനെ വെക്കാം. ഓക്കെ, വെച്ച ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബാൻഡേജ് ഇങ്ങനെ ഒട്ടിക്കുക. ഓക്കെ, ഇങ്ങനെ ഒട്ടിക്കുക. ഇത് ചെയ്യേണ്ടത്, സാധാരണ ഇങ്ങനെ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഇതവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ തുടർച്ചയായി 4 അല്ലെങ്കിൽ 5 ദിവസം ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പാലുണ്ണിയുടെ ആ ഒരു വൈറ്റ്, ഏകദേശം വൈറ്റായിട്ടുള്ള ആ കളർ മങ്ങി 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 അതൊക്കെ അത് കരിയുന്നതിന്റെ ഭാഗമായിട്ട് ഡാർക്ക് കളറിലേക്ക് മാറും.
തുടർന്ന് അതൊരു നമ്മൾ സാധാരണ മുറിവ് പൊറ്റം പിടിക്കുന്ന പോലെ തന്നെ ഒരു പൊറ്റം പിടിക്കുന്നത്, അതായത് കരിഞ്ഞു പോകും. തുടർന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇളകിപ്പോകും. പിന്നെ ഈ ഒരു പഞ്ഞി കൂടുതലായിട്ട് നിങ്ങൾ ആപ്പിൾ സൈഡർ വിനെഗർ മുക്കുകയും തുടർന്ന് അത് നമ്മുടെ ഈ ഒരു പാലുണ്ണിയുടെ സൈഡിലുള്ള ഭാഗങ്ങളിലെല്ലാം പറ്റി, അതായത് സൈഡിലൂടെ തൊലിയെ പറ്റും എന്ന് പേടിച്ച് അങ്ങനെ ഒരു കാര്യമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്പിൾ സൈഡർ വിനെഗറിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിന്റെ വിനാഗിരി അംശവും അതിനുള്ള ബാക്കിയുള്ള എഫക്റ്റും ഈ കറക്റ്റായിട്ട് ഈ പാലുണ്ണി എന്നുള്ള ഈ ഒരു സാധനത്തിൽ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള ഈ സ്കിന്നിൽ ഒരു കാരണവശാലും എഫക്ട് ചെയ്യില്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരു സ്കിന്നിനും ഒരു പ്രശ്നവും അതിലുണ്ടാകത്തുമില്ല. എല്ലാ ദിവസവും രാത്രി മാത്രം ഉപയോഗിക്കുക. 3-4 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം രാത്രി ഉപയോഗിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് മാറ്റുക. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ചെയ്തു നോക്കുക. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുക, അതിനുശേഷം കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പറിച്ചു കളയുക. അങ്ങനെ 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഈ പാൽക്കുരു അവിടെ കരിഞ്ഞിരിക്കും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താണെങ്കിലും വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, എന്താണെങ്കിലും സിമ്പിളായി ഒരു കാര്യം ഹമ്പിളായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, കണ്ടത് ഗംഭീരം, കാണാൻ പോകുന്ന അതിഗംഭീരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലിങ്കൽ. അതുവരേക്കും ഷോർട്ട് ബൈ. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി പേജ് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.